അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് ഷറഫുകൾ വാരിക്കോരി ചൊരിയുന്ന മാസമാണല്ലോ പരിശുദ്ധമായ ശഅബാൻ. ഈ ശഅബാൻ മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രയാസ പ്രതിസന്ധികൾ മാറി വലിയ ഖൈറുകൾ ഉണ്ടാവാൻ ഇൻഷാ അള്ളാഹ് ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, നാരിയത്തു സ്വലാത്താണ്. നാരിയത്തു സ്വലാത്ത്, സ്വലാത്തു നാരിയ. ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ മാറി തീപാറുന്ന വേഗത്തിൽ നമ്മുടെ പ്രതിസന്ധികൾ മാറി പ്രശ്നങ്ങൾ മാറി ഖൈറും സന്തോഷവും ഉണ്ടാവാൻ ഇൻഷാ അള്ളാഹ് ഈ സ്വലാത്ത് ഉപകാരപ്രദമാണ്. ഈ നാരിയത്തു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അള്ളാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പണ്ട് മുതലേ നമ്മുടെ വല്ലുപ്പമാരും സ്ഥിരമായി ഓതി വരുന്ന ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. ഒരു മനുഷ്യൻ നാരിയത്തു സ്വലാത്ത് ഓതേണ്ട ഒരു 11 രൂപമുണ്ട്. നാരിയത്തു സ്വലാത്ത് ഓതേണ്ട ഒരു 11 രൂപം. ഏതൊക്കെയാണ് ആ 11 രൂപങ്ങൾ? അങ്ങനെ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. നാരിയത്തു സ്വലാത്ത് ഇത് എവിടെയുണ്ട്, ഇത് ആര് പറഞ്ഞ സ്വലാത്താണ്, എവിടെ നിന്ന് കിട്ടിയ സ്വലാത്താണ് എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 4 കിതാബ് പരിചയപ്പെടുത്തി തരാം. ഈ 4 മഹത്തരമായ കിതാബുകളിലും രേഖപ്പെടുത്തപ്പെട്ട സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്, അതിൻ്റെ വാക്കുകൾ, വചനങ്ങൾ. അപ്പോൾ നാരിയത്തു സ്വലാത്ത്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, മഹത്വം എന്താണ്, അതോടൊപ്പം തന്നെ ഇത് എപ്പോഴാണ് ഓതേണ്ടത്, ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യം ഓതണം, അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാഭാരതിയായ പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ല അമലുകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഈ ലോകത്ത് നിന്നും വിട പറയാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ ശഅബാൻ നീ കബൂലാക്കണേ. അള്ളാഹ് ശഅബാനെ ഞങ്ങൾ ദുആ ചെയ്തതുപോലെ ഒരുപാട് ബറക്കത്തുകൾ ഏറ്റി നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ ശഅബാൻ മാസത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ചെയ്യേണ്ട അമലുകൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. സ്വലാത്ത് ചൊല്ലിയാൽ വമ്പൻ പ്രതിഫലം. സാധാരണ മാസങ്ങളെക്കാൾ കൂടുതലായി ഈ മാസത്തിൽ, ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങളാണ് കൊടുക്കുക. നമ്മളിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരു അമൽ അത് സ്വലാത്താണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ നമ്മളെ വിട്ടുപോകും, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അല്ലെ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആഖിറത്തിൽ ചെന്നാലോ അവിടെയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും പറ്റി പരദൂഷണം മേശന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും അതുപോലെ തന്നെ സ്വതക്കയും എല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. അപ്പോൾ സ്വന്തമായിട്ട് നമുക്കൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, സ്വലാത്തൊഴികെ. സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം അവനിക്ക് തന്നെയാണ്. ആരെന്ത് കുത്തിമറിഞ്ഞാലും ഈ സ്വലാത്തിൻ്റെ പ്രതിഫലം മറ്റുള്ളവരിലേക്ക് പോവുകയില്ല, വിട്ടുകിടക്കുകയില്ല. ഇൻഷാ അള്ളാഹ് നമ്മൾ ഒരുപാട് വട്ടം നമുക്കറിയാവുന്ന സ്വലാത്ത് ഈ മാസത്തിൽ പറയാം. ഇൻഷാ അള്ളാഹ് അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം പരിചയപ്പെടുന്നത്, ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞു, ഉസ്താദെ ഈ നാരിയത്തു സ്വലാത്ത് അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫളീലത്തും അതിൻ്റെ അർത്ഥവും ഒക്കെ ഒന്ന് വിശദീകരിച്ച് തരുമോ? ഞങ്ങൾ പലപ്പോഴും ചൊല്ലുന്നുണ്ട്. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഇതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും ഇതിൻ്റെ പ്രതിഫലം എന്താണെന്നും ഇതിൻ്റെ അർത്ഥം എന്താണെന്നും ഒരു അറിഞ്ഞു ചൊല്ലിയാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്, ഇത് എപ്പോഴാണ് പറയേണ്ടതെന്നൊക്കെ ചില ഉമ്മമാരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നാരിയത്തു സ്വലാത്ത്, സ്വലാത്തു നാരിയ, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് മുതലേ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരൊക്കെ കൃത്യമായി നിത്യമായി പാരായണം ചെയ്യാറുള്ള ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന ഉടൻ തന്നെ നമ്മുടെ വല്ലുമ്മ പറയും, ഇൻഷാ അല്ലാഹ് ഒരു 3 നാരിയത്തു സ്വലാത്ത് ഞാൻ നിയ്യത്താക്കിയിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ നാരിയത്തു സ്വലാത്ത് ചൊല്ലിയിട്ട് അവർ ദ്വാരക്കുന്നു. എന്താണോ പ്രശ്നം അത് വേഗത്തിൽ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുന്നു. ഇതൊക്കെ അനുഭവമുള്ള കഥയാണ്.
ഇതൊക്കെ അനുഭവമുള്ള കഥ എത്രയോ ആളുകളാണ്. ഇപ്പോൾ ഈ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങൾ നോക്കിയാൽ എത്രയോ ആളുകളാണെന്നറിയോ, ശരിയാണ് ഉസ്താദേ, ഞാനും എൻ്റെ ഒരു പ്രശ്നം മാറാൻ വേണ്ടി ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇന്ന കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ചൊല്ലി അത് നടന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അനുഭവ കഥകൾ ഇൻഷാ അല്ലാഹ് ഇതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടും നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സ്വലാത്ത്. ആ സ്വലാത്തിൽ അതിശ്രേഷ്ഠമായ ഒരു സ്വലാത്താണ് ഈ നാരിയത്തു സ്വലാത്ത്. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ആയിരക്കണക്കിന് സ്വലാത്തുകൾ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്വലാത്തുകൾ എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ സ്വലാത്തുണ്ട്, സ്വഹാബിമാർ ചൊല്ലിയ സ്വലാത്ത്, ഇമാമിയങ്ങൾ മുൻഗാമികളൊക്കെ ചൊല്ലിയ ഒരുപാട് സ്വലാത്തുണ്ട്. ഈ നാരിയത്തു സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നാരിയത്തു സ്വലാത്തിൻ്റെ ഈ വാചകങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വലിയ പണ്ഡിതനും വലിയ സൂഫിയും അല്ലേ, എല്ലാ തരത്തിലുള്ള ഇൽമുകളിലും വലിയ അവഗാഹമുള്ള ഒരു വലിയ മഹാനാണ് ഇമാം ഖുർത്തുബി തങ്ങൾ. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറൊക്കെ എടുത്ത് നോക്കിയാൽ വിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ എത്രയോ ആണ് അല്ലേ, തഫ്സീറുൽ ഖുർത്തുബിയൊക്കെ എടുത്ത് നോക്കിയാൽ. അപ്പോൾ ഈ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് ഈ നാരിയത്തു സ്വലാത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് ഖസീനത്തുൽ അസ്റാർ, മഹാനായ ഇമാം മുഹമ്മദ് ഹക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. അതിലും മഹാനവറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തേത് അന്നസുർ റഹ്മാൻ എന്ന ഒരു കിതാബ് ഇമാം ബഗ്ലാനി തങ്ങളുടെ മഹാനവറുകളുടെ കിതാബാണ്. അതിലും മഹാനവറുകൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. നാലാമതായി മഹാനായ യൂസുഫിൻ നബഹാനി തങ്ങളുടെ സഅദത്തുദ്ദാറൈൻ, ആ കിതാബിലും ഈ ഒരു വിഷയം, ഈ ഒരു നാരിയത്തു സ്വലാത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. മറ്റ് ഇമാമുമാരുടെ ഒരുപാട് കിതാബുകൾ മുൻഗാമികളൊക്കെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നാരിയത്തു സ്വലാത്ത്. ഈ നാരിയത്തു സ്വലാത്ത് എന്താണ് ഈ പേര് വരാനുള്ള കാരണം? നാരിയത്തു സ്വലാത്ത്, ഞാർ എന്ന് പറഞ്ഞാൽ തീയാണ്, ഞാർ തീ. അതായത് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തീയിൻ്റെ വേഗതയിൽ തീ കരിച്ചു കളയുന്നത് പോലെ നമ്മുടെ പ്രതിസന്ധികൾ കരിച്ചു കളയാൻ ഈ സ്വലാത്തിന് വലിയ കഴിവുണ്ട് എന്നാണ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ പ്രശ്നം മാറും എന്ന നീയത്തിൽ ചൊല്ലണം. ഇത് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, എൻ്റെ പ്രശ്നം മാറുമെന്ന്, അങ്ങനെയല്ല ചൊല്ലുക. ഇത് ചൊല്ലുന്ന സമയത്ത് എന്താണ്, നമുക്ക് നല്ല മനസ്സിൽ ഉറപ്പുണ്ടാവണം, അല്ലാഹ് പടച്ചോനെ മുത്ത് നബിയുടെ മദ്ഹാണ് ഞാൻ പറയുന്നത്, സ്വലാത്താണ് ഞാൻ ചൊല്ലുന്നത്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി തരണേ എന്നുള്ള നല്ലൊരു നീയത്ത് മനസ്സിലുണ്ടാവണം. അല്ലാതെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ചൊല്ലിക്കളയാം അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചൊല്ലിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ സ്വലാത്തിന് ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ടതാണ് നാരിയത്തു സ്വലാത്ത്, തീയിൻ്റെ വേഗതയിൽ പ്രശ്നപരിഹാരങ്ങൾ നൽകുന്ന സ്വലാത്ത്. മറ്റൊരു പേരാണ് അസ്വലാത്തുൽ ഖുർത്തുബിയ. അതായത് ഖുർത്തുബി തങ്ങൾ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ സ്വലാത്തായതുകൊണ്ട് ഈ ഒരു സ്വലാത്തിന് അങ്ങനെയും പേരുണ്ട്. അതുപോലെ തന്നെ താസിയ എന്നും ഈ സ്വലാത്തിന് പേരുണ്ട്. അതുപോലെ തഫ്രീജിയ എന്ന് പേരുണ്ട്, അതായത് ആവശ്യ പൂർത്തീകരണം. അതുപോലെ മിഫ്താഹുൽ കൻസ് തുടങ്ങി ഒരുപാട് പേരുകൾ ഈ സ്വലാത്തു നാരിയത്തു സ്വലാത്തിനുണ്ട്. പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സ്വലാത്ത്, അതുപോലെ തന്നെ സമ്പൂർണ്ണ നിധിയായ സ്വലാത്ത്, സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് മലയാളത്തിലും അറബിയിലുമൊക്കെ ഈ സ്വലാത്തിന് വ്യത്യസ്തമായ പേരുകൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ മുൻഗാമികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാരിയത്തു സ്വലാത്ത്. ഇനി ആ നാരിയത്തു സ്വലാത്ത് ചൊല്ലിയാലുള്ള ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഫർള് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഫർള് നമസ്കാരത്തിന് ശേഷം 11 പ്രാവശ്യം സ്ഥിരമായി ഈ നാരിയത്തു സ്വലാത്ത് ഓതുകയാണെങ്കിൽ അവൻ അറിയാത്ത രൂപത്തിൽ അവനിക്ക് അല്ലാഹു തആല റിസ്കിനെ കൊടുക്കുമെന്നാണ്. അവൻ ഇതെങ്ങനെയാ എനിക്ക് പൈസ വന്നതെന്ന് അവൻ തന്നെ അറിയില്ല, ഇതെങ്ങനെയാ എനിക്ക് ഈ ഭക്ഷണം വന്നതെന്ന് അവൻ തന്നെ അറിയില്ല, എങ്ങനെയാ എൻ്റെ വീട് പണി പൂർത്തിയായത്, അല്ലാഹു ആലം. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് റിസ്ക് വിശാലമാക്കി കിട്ടും. ഈ ഒരു സ്വലാത്ത് എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും 11 വട്ടം ഓതണം, പ്രത്യേകം നല്ലതാണ്. പിന്നെയോ, നമ്മുടെ സാധാരണ ഈ നാരിയത്തു സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു എണ്ണമാണ് 4444. 4444 പ്രാവശ്യം
ഈ ഒരു നാരിയത്തു സ്വലാത്ത് ഒരു മനുഷ്യൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ഏത് വലിയ ആവശ്യവും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും, ഏത് വലിയ വിപത്തിൽ നിന്നുള്ള കാവലും അല്ലാഹു കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെക്കുകയാണ്. മൂന്നാമതായി 41 തവണ അല്ലെങ്കിൽ 100 തവണ 41 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞ് അവൻ ദുആ ചെയ്താൽ അവൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറുകയും അതുപോലെ തന്നെ അവൻ ഏത് കാര്യമാണ് ഒരു കാര്യം ഇപ്പോൾ ഉദ്ദേശിച്ച് എനിക്കൊരു ജോലി കിട്ടണം, ആ ഒരു കാര്യത്തിനാണ് അവൻ ഈ സ്വലാത്ത് ചൊല്ലിയത്. അപ്പോൾ ആ ഒരു ജോലി ഇവനിക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു തആല അത് അടുപ്പിച്ചു കൊടുക്കാനും ഈ സ്വലാത്ത് കാരണമാണ്. അതുപോലെ നാലാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ 313 തവണ ഒരു മനുഷ്യൻ 313 എന്ന് പറഞ്ഞാൽ 313 മുർസലീങ്ങൾ അല്ലേ. ഈ പ്രവാചകന്മാരിൽ നബിമാരുണ്ട്, മുർസലീങ്ങളുണ്ട്. നബിമാരെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കും, കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും, പക്ഷേ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. മുർസലീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരേക്ക് അറിയിച്ചു കൊടുക്കണം, അതാണ് മുർസലീങ്ങൾ. അങ്ങനെ മുർസലീങ്ങളിൽ 313 പേരാണ്. അപ്പോൾ 313 തവണ മുർസലീങ്ങളുടെ എണ്ണമാകുന്ന 313 തവണ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ എന്ത് കാര്യത്തിനാണോ ഓതിയത് ആ ഒരു കാര്യം അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുന്നതാണ്. അഞ്ചാമത് ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം ചൊല്ലിയാൽ, ഈ സ്വലാത്തുൻ നാരിയ 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ സിഹ്ർ, മാരണം, കൂടോത്രം, അസൂയ, കണ്ണേർ അതൊക്കെ അവനെ തൊട്ട് മാറിപ്പോകുന്നതാണെന്നും കിതാബുകളിൽ കാണാം. ആറാമത്തേത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ 3 പ്രാവശ്യം, വെറും 3 പ്രാവശ്യം ഓതിയാൽ അവൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല, അവൻ്റെ മനസ്സിൽ മാനസികമായ പിരിമുറുക്കം ഉണ്ടാവില്ല, അത് വേഗത്തിൽ മാറുമെന്നെല്ലാം ഈ സ്വലാത്തിൻ്റെ പ്രതിഫലമായിട്ട് മഹത്തുക്കൾ എഴുതി വെക്കുന്നുണ്ട്. ഏഴാമത്തേത് പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. എട്ടാമത്തേത് അവൻ്റെ ദറജ പദവികൾ അല്ലാഹു തആല ഉയർത്തും. ഒൻപതാമത്തേത് അവൻ്റെ ദാരിദ്ര്യം, അതുപോലെ കച്ചവട സംബന്ധമായ പ്രശ്നങ്ങൾ അതെല്ലാം അല്ലാഹു തആല മാറ്റിക്കൊടുക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. അതുപോലെ തന്നെ 10ാമതായി പറയുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, നബി തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ, നബി തങ്ങളുടെ സ്വപ്നത്തിൽ കാണാനൊക്കെ ഈ സ്വലാത്ത് ചൊല്ലി ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് നബിതങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലി 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 അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വപ്നത്തിൽ കണ്ട എത്രയോ ആളുകളുണ്ട്. അള്ളാഹു പഠിച്ച ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 11ാമത്തേത് ഒരു മനുഷ്യൻ ഈ ഒരു നാരിയത്തു സ്വലാത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ ഓതിയാൽ അവൻ്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. അതിൽ 30 ആവശ്യം ദുനിയാവിലെയും ബാക്കി 70 ആവശ്യം ആഖിറത്തിലെയും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കുമെന്നെല്ലാം നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ സ്വലാത്തുൻ നാരിയ, ആ നാരിയത്ത് സ്വലാത്തിൻ്റെ പേരിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, മഹത്വം പറഞ്ഞു. പിന്നെ രണ്ടാമതായി നാരിയത്ത് സ്വലാത്ത് ഓതിയാൽ കിട്ടുന്ന, ഒരു മനുഷ്യന് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഏകദേശം 11 പ്രതിഫലങ്ങളുണ്ട്. 11 പ്രതിഫലം, അതായത് ഓരോ രൂപത്തിൽ ഓതിയാൽ 11ഓളം രൂപത്തിൽ ഓതിയാൽ വലിയ വലിയ പ്രതിഫലങ്ങളാണ്. അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്വലാത്തുൻ നാരിയ നമ്മളൊന്ന് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറയുകയാണ്. കേട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ സ്വലാത്തുൻ നാരിയ, നാരിയത്തു സ്വലാത്ത് ഓതാൻ പോകുന്നു. ഈ സ്വലാത്ത് ഉളു ഉള്ളവർക്കും ഉളു ഇല്ലാത്തവർക്കും, മെൻസസ് ഉള്ള ഉമ്മമാർക്കും മെൻസസ് ഇല്ലാത്തവർക്കും, അശുദ്ധിക്കാരനും അശുദ്ധിക്കാരിക്കും, അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഏത് സമയത്തും ഏത് പ്രായത്തിലുള്ളവർക്കും എവിടെ വെച്ചും ഓതാവുന്നതാണ്. എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ബാത്റൂമിലല്ല, അതല്ലാത്ത ഏത് സമയത്തും സന്ദർഭത്തിലും ഓതാവുന്ന സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം പറയാൻ പോവുകയാണ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إذا صلاة ونقول പറയാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് നാരിയത്തു സ്വലാത്ത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാലോ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തായ ഹബീബിന് സമ്പൂർണമായ ഗുണവും അല്ലെ പൂർണ്ണമായ രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാഹ് എന്നാണ് ആദ്യമായി നമ്മൾ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം.
എന്നിട്ട് ശേഷമോ അല്ലത് എങ്ങനെയുള്ള ഹബീബ്, ഇനി നബിതങ്ങളുടെ ചില വിശേഷണങ്ങൾ പറയുകയാണ്. തൻഹല്ലു ബിഹിൽ ഉഖദു, അഴിഞ്ഞു വരാത്ത കെട്ടുകൾ അഴിച്ചു തരുന്ന മുത്തുനബി. അല്ലേ, ഒരുപാട് പ്രശ്ന പ്രതിസന്ധികളിൽ പെട്ടുപോയ ആളുകളുണ്ട്. അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കുള്ള ഒരു മറുമരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സ്വലാത്ത്. അതായത് മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം. അതുപോലെ തന്നെ തൻഫരിജു ബിഹിൽ ഖുറബു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. അതുപോലെ അഴിഞ്ഞു വരാത്ത കെട്ടുകൾ അഴിച്ചു കിട്ടും എന്നാണ്. ഈ മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്നുള്ള ഒരു തർക്കം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖേന, നബി തങ്ങൾ മുഖേന ആ ഹജറുൽ അസ്വദ് വെച്ച ചരിത്രമുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം വരട്ടെ, പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വതുഖ്ലാ ബിഹിൽ ഹവായിജു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. വതുനാലു ബിഹിർ റഗായിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. അല്ലേ, നമുക്കിനി ഷഫാഅത്ത് കിട്ടണം, സ്വർഗം കിട്ടണം, അല്ലെ, അതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. പിന്നെയോ വഹുസ്നുൽ ഖവാത്തിം, നല്ല മരണം, അല്ലേ, നന്മയിലായിട്ടുള്ള മരണം കിട്ടാൻ നബിതങ്ങൾ മുഖേന നമുക്ക് കാരണമുണ്ടാകും. വൈസ്തസ്കൽ ഗമാമു ബിവജിഹിൽ കരീം, അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ സ്ഥാനം മുഖേന നമുക്ക് മഴ നൽകപ്പെടുമെന്നാണ്. വൈസ്തസ്കൽ ഗമാം, മഴ നൽകപ്പെടും. എത്രയോ സ്വഹാബിമാരാണ് വന്നിട്ട് പറഞ്ഞ നബിയേ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, മഴ ഉണ്ടാവാൻ ദ്വാരക്കണേ. ആ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ആ നാട്ടിൽ മഴയുണ്ടായി. വീണ്ടും ആ സ്വഹാബി ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയേ മഴ കഠിനമാണ്, നിർത്താതെ പെയ്യുകയാണ്, ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. ആ സമയത്ത് നബി തങ്ങൾ വീണ്ടും ദ്വാരന്നു, മഴ നിന്നു എന്നാണ്. അപ്പോൾ മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ദുആ ചെയ്താൽ ഉടൻ തന്നെ അതിന് ഇജാബത്ത് കിട്ടുന്ന വലിയ ശ്രേഷ്ഠതയുള്ളൊരു വ്യക്തിത്വമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. എന്നിട്ട് അവസാനം പറയുന്നു, വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കുമൊക്കെ ഓരോ ശ്വാസത്തിനും അതുപോലെ സെക്കൻഡിനും പകരമായി അള്ളാഹുവേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ് എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ നാരിയത്ത് സ്വലാത്ത്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതെപ്പോഴാണ് പറയേണ്ടത്, അതെങ്ങനെയാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നാരിയത്ത് സ്വലാത്ത് നിത്യമായി ചൊല്ലി അവസാനം കെലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.